അനൂപ്, മായ, രാഹുൽ മൂന്ന് സാഹസികർ 2025 മെയ് 10 വൈകുന്നേരം 4:30 തൃശൂർ അടുത്തുള്ള ഒരു ഡാമിന്റെ വനത്തിൽ ഇരുളടഞ്ഞ പാതകളിലേക്ക് കടന്നു. പ്രകൃതിയുടെ ഹരിത സൗന്ദര്യവും അരുവികളുടെ ശബ്ദവും പകൽ വെളിച്ചത്തിൽ അവരെ ആകർഷിച്ചു. എന്നാൽ വനത്തിന്റെ ഹൃദയഭാഗത്ത് സൂര്യൻ മറയുമ്പോൾ ഒരു ഭീകര നാടകം അരങ്ങേറുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒരു രാത്രി ക്യാമ്പിംഗ്, എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന കഥയുണ്ടെങ്കിൽ അത് നമ്മുടെ യാത്രാവിവരണത്തിന് ഭീകരത കൂട്ടും, രാഹുൽ ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ പിന്നീട് അവനെ തന്നെ വേട്ടയാടുമെന്ന് അവനറിഞ്ഞില്ല. വൈകുന്നേരം 6:45 അവർ ഒരു പാറക്കെട്ടിന് സമീപം കുത്തിയൊലിക്കുന്ന അരുവിക്കരികിൽ ടെന്റ് സ്ഥാപിച്ചു. സൂര്യൻ അസ്തമിച്ചതോടെ വനം ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. ഇലകളുടെ മർമ്മരം നിന്നു, പക്ഷികളുടെ ശബ്ദം നിന്നു. പകരം നിശാപക്ഷികളുടെ അതിഭീകരമായ ശബ്ദങ്ങൾ ചില സമയങ്ങളിൽ കേൾക്കുന്നു. അതിനുശേഷം ഒരു ശ്മശാന മൂകത ആ വനത്തെ പൊതിഞ്ഞു. തീ കത്തിച്ച് മൂവരും ഭക്ഷണം പാകം ചെയ്തു. പക്ഷേ മായയുടെ ഹൃദയത്തിൽ ഒരസ്വസ്ഥത നാമ്പിട്ടു. ഇവിടെ എന്തോ ശരിയല്ല, എന്തോ അരുതാത്ത സംഭവിക്കും പോലെ മനസ്സു പറയുന്നു, അവൾ പറഞ്ഞു. അനൂപ് ചിരിച്ചു. അത് നിന്റെ ഭാവന മാത്രമാണ്. എന്നാൽ ആ ചിരി അധിക സമയമുണ്ടാകില്ലെന്ന് അവനറിഞ്ഞില്ല. വൈകുന്നേരം 11:13 ഒരു ശബ്ദം അവരെ ഞെട്ടിച്ചു. ഒരു കുട്ടിയുടെ കരച്ചിൽ, നേർത്തതും ഹൃദയഭേദകവും. ടെന്റിന് പുറത്ത് ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം അടുത്തടുത്തു വന്നു. നിന്റെ ഫോണാണോ? രാഹുൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. എന്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായിരിക്കുകയാണ്, അനൂപ് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ശബ്ദം ആരോ പതുക്കെ സ്വകാര്യം പറയുന്നത് പോലെയായി. എന്റെ കളിപ്പാട്ടം എവിടെ? മൂവരുടെയും ശ്വാസം നിന്നു. മായ ടോർച്ചെടുത്ത് വിറയ്ക്കുന്ന കൈകളോടെ പുറത്തേക്ക് നോക്കി. അവിടെ അരുവിയുടെ മറുവശത്ത് ഒരു ഭീകര ദൃശ്യം. 7 വയസ്സോളം പ്രായമുള്ള ആൺകുട്ടിയുടെ രൂപം. വെളുത്ത ട്രൗസർ ചോരയിൽ കുതിർന്നിരുന്നു, കറുത്ത ഷർട്ട് കീറിത്തുടങ്ങിയിരുന്നു. അവന്റെ മുഖം വല്ലാത്ത ഭീകരഭാവം. ആ മുഖം വിളറി, കണ്ണുകൾ രക്തവർണമായി കറുത്ത വലയങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. അവന്റെ കണ്ണുകൾ അവരെ നേരെ ഉറ്റുനോക്കി. പക്ഷേ അവർക്ക് തോന്നി ആ കണ്ണുകൾ അവരുടെ ആത്മാവിനെ തുളച്ചുകയറുന്നുവെന്ന്. നിന്റെ പേര്? മായ ഭയത്തോടെ ചോദിച്ചു. പക്ഷേ ആ രൂപം മിണ്ടിയില്ല. പെട്ടെന്ന് അവന്റെ തല ചൊരിഞ്ഞു. ഒരു പുഞ്ചിരി, ഒരു ദുഷ്ടപുഞ്ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞു. രാഹുൽ അലറി, നമുക്ക് പോകണം, ഇപ്പോൾ തന്നെ. പക്ഷെ പെട്ടെന്ന് ടെന്റിന്റെ ഫ്ലാപ്പ് സ്വയം അടഞ്ഞു. ഒരു അദൃശ്യ ശക്തി അവരെ തടഞ്ഞു. അനൂപ് ക്യാമറയെടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫ്ലാഷ് മിന്നിയപ്പോൾ ആ രൂപം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, മുഖം ഇഞ്ചുകൾ മാത്രം അകലെ. അനൂപ് പിന്നോട്ട് വീണു, ക്യാമറ താഴെ വീണു. ഫോട്ടോയിൽ ഒരു മങ്ങിയ രൂപം, ആ കുട്ടിയുടെ കണ്ണുകൾ മാത്രം വ്യക്തമായി, രക്തം കിനിയുന്ന പോലെ. രാത്രി 2:17 ശബ്ദങ്ങൾ ഭീകരമായി. എന്റെ കളിപ്പാട്ടം, എന്റെ കളിപ്പാട്ടം എന്ന ശബ്ദം ഇപ്പോൾ ഒരു അലർച്ചയായി. ടെന്റിന് ചുറ്റും ഇലകൾ കാറ്റില്ലാതെ തുള്ളിച്ചാടി. അരുവിയുടെ ഒഴുക്ക് രക്തം പോലെ ചുവന്നതായി അവർക്ക് തോന്നി. മായയുടെ കയ്യിൽ ഒരു തണുത്ത സ്പർശം, ഒരു കുട്ടിയുടെ കൈ പോലെ തോന്നി. എന്നാൽ അത് മനുഷ്യൻ്റേതല്ലായിരുന്നു. അസ്ഥികളിൽ നിന്നും മാംസം അഴുകിയൊരു ഭീകരത തോന്നിക്കുന്ന ഒന്നായിരുന്നു. അവൾ അലറി, നിനക്കെന്താണ് വേണ്ടത്? ആരോടുന്നില്ലാതെ അവൾ വിളിച്ചുകൂവി. പെട്ടെന്ന് ആ രൂപം ടെന്റിനുള്ളിൽ പ്രത്യക്ഷമായി. അവന്റെ ചുറ്റും ഒരു കറുത്ത ശൂന്യതയും ഒരമാനുഷിക അലർച്ചയും കേട്ടു. മൂവരും ചെവിപൊത്തി. ഭയം അവരെ മരവിച്ചു. പുലർച്ചെ 5:45 സൂര്യന്റെ ആദ്യ കിരണങ്ങൾ വനത്തെ തൊട്ടു. അപ്പോഴേക്കും ആ രൂപം ഒരു കറുത്ത പുകയായി ഇലകൾക്കിടയിലേക്ക് അലിഞ്ഞുമറഞ്ഞു. വനം വീണ്ടും ശാന്തമായി. പക്ഷെ മൂവരുടെ ഹൃദയത്തിൽ ആ ഭീകരത അവശേഷിച്ചു. അവർ ടെന്റ് വലിച്ചെറിഞ്ഞു. വനംപാലകരുടെ അടുത്തേക്ക് ഓടി. ഒരു വനംപാലകൻ ഭയത്തോടെ പറഞ്ഞു, നിങ്ങളെപ്പോലെ മറ്റു പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി തന്റെ കളിപ്പാട്ടവുമായി കളിക്കുന്നതിനിടെ അരുവിയിൽ വീണ് മരിച്ചു. പക്ഷെ അവന്റെ ആത്മാവ് അവിടെ ഉണ്ട്. അവന്റെ കളിപ്പാട്ടം ആരോ മോഷ്ടിച്ചു എന്ന് കരുതി അതിന്റെ ദേഷ്യത്തിൽ അവനിവിടെ അലയുന്നു. 2025 മെയ് 13 രാവിലെ 7:30 മൂവരും വനം വിട്ടു. പക്ഷെ മായയുടെ ബാഗിൽ ഒരു പഴകിയ ചോരക്കറ പുരണ്ട പന്ത് കണ്ടെത്തി. അവൾക്കതെവിടെ നിന്ന് വന്നു എന്നറിയില്ല.
അവളതരുവിയിലേക്കെറിഞ്ഞു. എന്നാൽ വെള്ളത്തിൽ ഒരു നിമിഷത്തേക്ക് ആ കുട്ടിയുടെ മുഖം ആ ദുഷ്ടപുഞ്ചിരിയോടെ പ്രതിഫലിച്ചു. ഇത് തൃശൂർ അടുത്തുള്ള ഒരു ഡാമിൻ്റെ പരിസരത്തെ വനത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഇവിടെ വനം പകൽ സമയത്തൊരു പറുദീസയാണ്, എന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ ആ നിഴൽ, ആ നോട്ടം, ആ ദുഷ്ടപുഞ്ചിരി എല്ലാമുണ്ട് എന്ന് പറയപ്പെടുന്നു. നിങ്ങളവിടെ പോയാൽ നിങ്ങളെയും ഇതെല്ലാം കാത്തിരിക്കുന്നുണ്ടാകാം.